റിസൾട്ട്. എല്ലാ കൊല്ലങ്ങളെയും പോലെ തന്നെ 15ഓളം ടീമുകൾ ഇപ്രാവശ്യം മത്സരിക്കാനുണ്ടായിരുന്നു. അതിൽ നിന്നും ഏറ്റവും ഫിനിഷിങ്ങുള്ള പെട്ടികൾക്കാണ് ഇപ്രാവശ്യം സമ്മാനം നൽകിയിട്ടുള്ളത്. ആശയത്തിനല്ല, അലങ്കാരത്തിനും അതിന്റെ ഫിനിഷിങ്ങിനാണ് പ്രാധാന്യമെന്ന് നമ്മൾ നിയമാവലികളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജഡ്ജ്മെന്റിലെ കുറച്ച് പൊതുവായുള്ള അഭിപ്രായങ്ങളാണ്. മത്സരത്തിൽ പെർഫെക്ഷനാണ് പ്രാധാന്യം, എന്നാൽ മിക്ക പെട്ടികളിലും അതിന്റെ കുറവുകൾ ഉണ്ടായിരുന്നു. ചില മത്സരാർത്ഥികൾ നിയമാവലികൾ പാലിക്കാൻ ശ്രദ്ധിച്ചില്ല. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും പിടിയുടെ ഉയരം മിനിമം 5 അടി എന്ന നിബന്ധനയും ചില പിടികളിൽ പാലിക്കപ്പെട്ടില്ല. അടുത്ത കൊല്ലം ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാ ടീമുകളും പിടി കുത്തുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർക്കുന്നു. അടുത്തതായി സമ്മാനദാനം നൽകുന്നത് മൂന്നാം സമ്മാനം ക്യാഷ് അവാർഡ് 1111 രൂപ, സ്പോൺസർഡ് ബൈ CLC ഫ്രണ്ട്സ്. സമ്മാനം നൽകുന്നതിന് ആൻഡ്രോയിഡ് റിക്രൂട്ട്മെന്റ്സിനെ ക്ഷണിക്കുന്നു. മൂന്നാം സമ്മാനം ചെസ് നമ്പർ 6 ആൽബർട്ട് ഷോണിന്റെ കൂടെ. രണ്ടാം സമ്മാനം സിജോ ഗബ്രിയേൽ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് 3333 രൂപ, സ്പോൺസർഡ് ബൈ CLC ഫ്രണ്ട്സ്. കല്ലേരി കാഞ്ഞിരക്കാട് ചാപ്പുണ്ണി അന്ന മെമ്മോറിയൽ ഓവറോളിംഗ് ട്രോഫി, സ്പോൺസർഡ് ബൈ ജെയിംസ് കേസി. രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 7 ബെന്നി നെല്ലായിബർഗ്. ജോൺസൺ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് 5755 രൂപ, സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺസന്റെ കൂടെ. കല്ലേരി ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജെയിംസ് കേസി. കല്ലേരി കാഞ്ഞിരക്കാട് ചാപ്പുണ്ണി അന്ന മെമ്മോറിയൽ അവാർഡ് ട്രോഫി. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ചെസ് നമ്പർ 11 റയാൻ ചോമിൽസ്.